എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മലയാളം ഫസ്റ്റിലെ ഒരു പ്രമുഖമായ ഒരു പാഠഭാഗമുണ്ട്. ടി പത്മനാഭൻ എഴുതിയ മലയാള സാഹിത്യത്തിൽ കഥകൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനായ ടി പത്മനാഭൻ എഴുതിയ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന സുന്ദരമായ പാഠഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. മക്കളെ സെറ്റല്ലേ? നിങ്ങൾ ഉഷാറല്ലേ? നിങ്ങളുടെ പാഠഭാഗത്ത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പാഠഭാഗമാണ് ഏത്? മണ്ണും മനുഷ്യനും. ആ ഒരു സീരിയസോടുകൂടി ക്ലാസ് കാരണം ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ എക്സാമിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം പഠിക്കുന്നതിന് മുൻപേ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെട്ടാലോ? ടി പത്മനാഭൻ. രസമല്ലേ മൂപ്പര് ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലേ? മലയാളത്തിൽ അത്രമാത്രം കഥകൾ എഴുതി കഥകളുടെ ഒരു വലിയൊരു കഥാകാരനായ മലയാളത്തിൻ്റെ പ്രകാശം പരത്തിയ ഒരു എഴുത്തുകാരനാണ് നമ്മുടെ ടി പത്മനാഭൻ. ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ അല്ലേ? മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ. മുഴുവൻ പേര് തിണക്കൽ പത്മനാഭൻ. തിണക്കൽ പത്മനാഭൻ, അതാണ് ഈ ടി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ടി. ഓക്കെ, തിണക്കൽ പത്മനാഭൻ. ഇപ്പം മുഴുവൻ പേര് തിണക്കൽ പത്മനാഭൻ. കഥാസാഹിത്യത്തിൻ്റെ അനന്ത സാധ്യതകൾ മലയാളി വായനക്കാരെ ബോധ്യപ്പെടുത്തിയ കഥാകൃത്താണ് ഇദ്ദേഹം എന്ന് പറയാം അല്ലേ? കവിതയുടെ അല്ല, കഥയുടെ അനന്തമായ സാധ്യതകൾ മലയാള സാഹിത്യത്തിൽ എഴുത്തുകാർക്ക് ബോധ്യപ്പെടുത്തിയ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് നമ്മുടെ ടി പത്മനാഭൻ എന്ന് പറയുന്നത്. കവിതയുടെ വരമ്പത്തുകൂടി സഞ്ചരിക്കുന്നവ എന്ന് ഇദ്ദേഹത്തിൻ്റെ കഥകളെ വിശേഷിപ്പിക്കാറുണ്ട്. ആഖ്യാനത്തിലെ സങ്കീർണതകൾ ഒഴിവാക്കുന്ന കഥാകൃത്താണ് ഇദ്ദേഹം അല്ലേ? ആഖ്യാനത്തിലെ സങ്കീർണതകൾ നമുക്ക് വായിച്ചാലും മനസ്സിലാവാത്ത കാര്യമൊന്നും ഇദ്ദേഹത്തിൻ്റെ കഥകൾ ഉണ്ടാവില്ല. അത്രമാത്രം സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിൻ്റെ കഥകൾക്ക് സാധിക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകതയാണ്. ഉദാത്തമായ ലാളിത്യം ഇദ്ദേഹത്തിൻ്റെ കഥകളെ ശ്രദ്ധേയമാക്കുന്നു. ഉദാത്തമായ ലാളിത്യം, അത് ലളിതമായ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ കഥകൾ കടന്നു പോകുന്നത്. അത്രമാത്രം വായനക്കാരെ ത്രില്ലടിപ്പിക്കുന്ന, കഥയിലേക്ക് ആഴ്ന്നിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന, ആശയങ്ങൾ വിശാലമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന മനോഹരമായ കഥയാണ് ഏത്? നമ്മുടെ ടി പത്മനാഭൻ്റെ കഥകൾക്കുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്. ലളിത കൽപ്പനകളുടെയും അനവധ്യ സുന്ദരമായ ചമൽക്കാരങ്ങളുടെയും കഥയെഴുത്തിൽ തനതായ സരണിയും നവഭാവുകത്വവും അദ്ദേഹം സൃഷ്ടിച്ചു. സത്യം, സ്നേഹം, ദയ, സഹാനുഭൂതി, ത്യാഗം, സമത്വം, മാനവികത തുടങ്ങിയ മൂല്യങ്ങൾ ഉണർത്തുവാനാണ് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം അല്ലേ? ആ സത്യം, സ്നേഹം, ദയ, സഹാനുഭൂതി, ത്യാഗം, സമത്വം, മാനവികത ഇതെല്ലാം ഉയർത്തുന്ന മനോഹരമായ കഥകളാണ് ടി പത്മനാഭൻ്റെ കഥകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ കഥകളെല്ലാം മികച്ചു നിൽക്കുന്നതും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കഥയുടെ ആശയത്തെ ഒന്ന് പെട്ടെന്ന് പഠിക്കാം. നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കഥ മൊത്തം വായിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. ആ കഥ ചുരുക്കിക്കൊണ്ട് എന്താണ് ആ 4-5 പേജിൽ പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പോവുകയാണ്. ഈ കഥയുടെ ഡീറ്റെയിൽ ആയുള്ള ഭാഗം എക്സാം വിന്നറിൻ്റെ ആപ്പിലുണ്ട്. എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഈ കഥകളുടെ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആപ്പിലുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യുക. മലയാളം മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ലേ, ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ അതിൽ കിട്ടും. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എല്ലാ ക്ലാസ്സും അടിപൊളിയായി കേൾക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന ആ ഒരു കഥയുടെ ആശയം ഒന്ന് പെട്ടെന്ന് നോക്കിയാലോ? പ്രശസ്ത കഥാകാരനായ ടി പത്മനാഭൻ്റെ ഏറെ വായിക്കപ്പെട്ട കഥയാണ് മണ്ണും മനുഷ്യനും അല്ലേ? മണ്ണും മനുഷ്യനും. മണ്ണിനോട് മനുഷ്യർക്കുള്ള വ്യത്യസ്തമായ സമീപനങ്ങൾ ചർച്ച ചെയ്യുന്ന കഥയാണിത്. ഇപ്പം മണ്ണിനോട് മനുഷ്യർക്കുള്ള വ്യത്യസ്തമായ സമീപനങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ ഈ പ്രകൃതി ജീവിക്കുമ്പം എന്തൊക്കെയോ ആയി നമ്മൾ മാറുന്നു അല്ലേ? ചിലർ കർഷകർ ഭൂമിയിൽ ഇറങ്ങി ജീവിക്കുന്നു. നമ്മൾ എന്താണ് കാലിപ്പോഴും ചെളിയാവാതെ ഇങ്ങനെ സുഖമായി ടൈൽസ് ഇട്ട വീട്ടിലൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അത്തരത്തിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നവരും പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്നവരും തമ്മിലുള്ള ഒരു അന്തരം, ഒരു വ്യത്യാസമാണ് ഈ ഒരു കഥയിൽ കാണാൻ സാധിക്കുക. കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട് അല്ലേ? കെ.യു. നായരുണ്ട്, പിന്നെ നമ്മുടെ കഥാകാരനുണ്ട്. അതൊക്കെ വഴിയെ നമുക്ക് പരിചയപ്പെടാം. കൊച്ചിയിലെ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം വാങ്ങി കഥാകാരൻ ഒരു വീട് നിർമ്മിച്ച് അവിടെ താമസമാക്കുന്നു അല്ലേ? നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ആര്? നമ്മുടെ കഥാകാരൻ. അതാരാണ്? ടി പത്മനാഭൻ തന്നെയാണ്. അപ്പം കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം, ഇപ്പോൾ കൊച്ചിയിലായിരുന്നു ഇദ്ദേഹത്തിന് ജോലി, ഗവൺമെൻറ് ജോലി ആയിരുന്നു. അതിൽ നിന്ന് വിരമിച്ച് ഇദ്ദേഹം ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു വീട് കെട്ടി ശാന്തമായ രീതിയിൽ താമസിക്കാൻ പോവുകയാണ്.
നഗരത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാത്ത പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു അത്. നഗരത്തിൻ്റെതായ ഒരു ബഹളമോ ശല്യമോ ഒന്നുമില്ല, പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് അദ്ദേഹം വീട് കെട്ടി താമസിക്കുന്നത്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് താമസിക്കാൻ വേണ്ടിയായിരുന്നു കഥാകാരൻ ആ നഗരത്തിൽ നിന്നും മാറി ഒരു ഗ്രാമീണമായ സ്ഥലത്ത് വീട് കിട്ടുന്നത്. അപ്പോൾ കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. നമ്മുടെ കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം നമ്മുടെ കഥാകാരൻ നഗരത്തിൽ നിന്നും മാറി ഒരു ഗ്രാമീണമായ സ്ഥലത്ത് ചെറിയൊരു വീട് കെട്ടി താമസിക്കുകയാണ്. കഥാകാരൻ താമസമായതിനു ശേഷം മറ്റു പലരും അവിടെ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചു. ഒരുപാട് ആൾക്കാർ അവിടെ വീട് വെച്ചു കാണുന്നു. പക്ഷെ അവിടെ ആദ്യത്തെ താമസക്കാരനായിരുന്നു നമ്മുടെ കഥാകാരൻ. അദ്ദേഹത്തിന് ശേഷം ഒരുപാട് പേര് വന്ന് അവിടെ വീണ്ടും വീട് വെച്ച് താമസമാക്കി നമുക്ക് കാണാൻ സാധിക്കും. കഥാകാരനെ കൂടുതൽ ആകർഷിച്ചത് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട കൊട്ടാര സദൃശ്യമായ ഒരു വീടായിരുന്നു അല്ലേ. കഥാകാരനെ അത്യധികം ത്രസിപ്പിച്ചത്, അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് പണിത ഒരു കൊട്ടാരം പോലുള്ള വീടും ആ വീട്ടുകാരനുമായിരുന്നു. ആ കഥാപാത്രം വ്യത്യസ്തമായ കഥാപാത്രമാണ്. നമുക്ക് വഴിയത് പരിചയപ്പെടാം കേട്ടോ. അപ്പം അദ്ദേഹം താമസിക്കുന്ന ആ ചെറിയ വീടിന് തൊട്ടിപ്പുറത്ത് ഒരു വലിയ ബംഗ്ലാവ് വന്നു, വലിയ കൊട്ടാരം പണിതു. ഒരു ഗൾഫ് മലയാളിയുടെ വീടാണത് അല്ലെ. ഒരു ഗൾഫിലെ മലയാളിയുടെ വീടാണ്. നമുക്കറിയാം ഗൾഫുകാർ കുറച്ച് പത്രാസ് കൂടുതലാണ്. എല്ലാ ഗൾഫുകാരും അല്ല, ഓക്കെ, ചില ഗൾഫുകാർക്ക് പത്രാസ് കാണിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. അതേപോലെയാണ് ഗൾഫിൽ ബിസിനസ് ഉള്ള ഈ ചങ്ങായി, ഈ കഥാപാത്രം നാട്ടിൽ വന്നിട്ട് വലിയ വീട് പണിതു. എവിടാ? നമ്മൾ പ്രകൃതി രമണീയമായ സ്ഥലത്ത്. അതെങ്ങനെ പണിതത്? പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടൊക്കെ വഴിയെ പഠിക്കാം, നോക്കാം. ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം പണമുണ്ടാക്കി. ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ഉണ്ട്. മക്കൾ 2 പേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു. അയാളുടെ പേരാണ് KU നായർ. അടുത്ത കഥാപാത്രം ആരാണ് മക്കളെ? KU നായർ. KU നായർ. ഇപ്പോൾ 2 കഥാപാത്രങ്ങൾ പരിചയപ്പെട്ടു. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ കഥാകാരനും പിന്നെ നമ്മളെ KU നായരും. ഓക്കെ, ഇപ്പം എന്താണ്? മക്കൾ 2 പേര് എവിടെയാണ്? അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം, അമേരിക്കയിൽ പഠിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ 2 മക്കളും. ഇദ്ദേഹം സ്വസ്ഥമായി ശാന്തമായി ഇദ്ദേഹത്തിൻ്റെ ഒഴിവ് കാലം ആസ്വദിക്കാൻ വേണ്ടി നാട്ടിൽ വലിയൊരു ബംഗ്ലാവ് പണിതു. വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയതുകൊണ്ട് തന്നെ ഒരുപാട് പണമുണ്ടാക്കി, ഒരുപാട് രാജ്യത്ത് ബിസിനസ് ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ വേഗത്തിലാണ് വീട് പണി കഴിഞ്ഞത്. അയാളുടെ ഭാര്യ നേരത്തെ മരിച്ചുപോയി. പെട്ടെന്ന് തന്നെ വീട് പണി കഴിച്ചു. അതും അലാവുദ്ദീൻ്റെ കൈ അത്ഭുത വിളക്ക് കിട്ടിയപ്പോൾ അലാവുദ്ദീൻ്റെ ആഗ്രഹങ്ങളൊക്കെ അത്ഭുത വിളക്ക് സാധിച്ചു കൊടുത്തില്ലേ, അതേപോലെയാണ് ഇദ്ദേഹത്തിനെ ഉപമിക്കുന്നതും. ഇദ്ദേഹം ഒരു അത്ഭുത വിളക്കില്ല പോലെ തന്നെയാണ് പെട്ടെന്നായിരുന്ന ബംഗ്ലാവ് പണി കഴിപ്പിച്ചെന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. അമേരിക്കയിൽ പഠിക്കുന്ന മക്കൾ ഈ വീട്ടിൽ വന്ന് താമസിക്കാറില്ല. കാരണം സ്വാഭാവികം, ഈ അമേരിക്കയെ പോലെ രാജ്യങ്ങൾ താമസിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ വരെയില്ല, ആ സുഖം പിടിച്ചു പോകും. അതേപോലെയാണ് അമേരിക്കയിലെ മക്കൾക്ക് നാട്ടിൽ വേണ്ട, അച്ഛനെയും വേണ്ട. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതം സങ്കടകരമായ ലൈഫിലേക്ക് പോകുന്നു. ഓക്കെ, ഇത്രയും വലിയ വീട് വെച്ചിട്ട് KU നായർ അവിടെ വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ. മക്കൾക്ക് നാട്ടിലെ വീട് വേണ്ട. അതുകൊണ്ട് മക്കളെ പഠിപ്പിച്ച് പോറ്റി വളർത്തിയ അച്ഛൻ ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ കഥയുടെ അവസാനം നമുക്ക് എന്താ കാണാൻ സാധിക്കുക? ഈ KU നായർ ആ വീട് പണിതത് ആ സ്ഥലമൊക്കെ ഇല്ലാതാക്കി, മരങ്ങളൊക്കെ വെട്ടി മാറ്റി, അവിടെ ആ മരം കൊണ്ട് നമ്മൾ ഫർണിച്ചറൊക്കെ പണിത്, ആ മണ്ണൊക്കെ മറിച്ചിട്ട് ആ മണ്ണിൽ ഇൻ്റർലോക്കൊക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ് ആ ഒരു വീട് നിർമ്മിച്ച് ആര് പണിതത്? നമ്മുടെ KU നായർ പണിതത്. അത്രയും പ്രകൃതിയെ അത്രയും ഇഷ്ടമല്ലാതെ ജീവിച്ച ആ KU നായരും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന നമ്മുടെ കഥാകാരനും തമ്മിലുള്ള ഒരു വ്യത്യാസം കഥയിൽ കാണാം. അങ്ങനെ മക്കൾ അമേരിക്കയിൽ പഠിപ്പിക്കാൻ വിട്ടു. അവർ ജോലിയായി കല്യാണം കഴിച്ച് അവിടെ തന്നെ സ്ഥിര താമസമാക്കി. അച്ഛൻ്റെ അടുത്തേക്കും അച്ഛൻ്റെ വീട്ടിലോട്ടും ആർക്ക് വരെ താല്പര്യമില്ല, KU നായരുടെ മക്കൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതം സങ്കടകരമായി മാറി. ഇത്രയും വലിയ വീട് വെച്ചിട്ട് KU നായർ അവിടെ വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ. ഒരു കെയർ ടേക്കറാണ് വീട് നോക്കുന്നത്. വീട് നിൽക്കുന്ന പറമ്പിൽ വീടിന് മുമ്പിലും പിമ്പിലുമുള്ള മരങ്ങളും ചെടികളുമൊക്കെ KU നായർ വെട്ടിമാറ്റി അല്ലേ. ഈ വീട് പണിയാൻ വേണ്ടി KU നായർ ആ വീട് ചുറ്റുമുള്ള ആ ചെടികൾ മരങ്ങളൊക്കെ വെട്ടിമാറ്റി. കാരണം അത്രയും അദ്ദേഹത്തിന് ഇറിറ്റേഷൻ ആയിരുന്നു ഈ മരങ്ങൾ. ഒരു ഭാഗത്ത് കഥാകാരൻ മരങ്ങളെ സ്നേഹിക്കുമ്പോൾ, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ, ഇപ്പുറം KU നായർ പ്രകൃതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യത്യാസം നമ്മുടെ കഥയിൽ നമുക്ക് പൂർണ്ണമായി കാണാൻ സാധിക്കുന്നതുമാണ്. വീടിൻ്റെ ചുറ്റുമുള്ള മുറ്റം ആകെ ഇൻ്റർലോക്ക് ആകുകയും പിന്നീട് മാർബിൾ പതിക്കുകയും ചെയ്തു. വീടിന് ചുറ്റും മരങ്ങൾ ഉണ്ടായിരുന്നാൽ കാറ്റും വെളിച്ചവും ഒന്നും കടക്കുകയില്ലെന്നാണ് KU നായരുടെ അഭിപ്രായം അല്ലേ. വീടിന് ചുറ്റും മരങ്ങളും ഇലകളും ഒക്കെ ഉണ്ടായാലും വീട്ടിലെ കാറ്റും വെളിച്ചവും കടക്കില്ല. അതുകൊണ്ടാണ് KU നായർ ആ വീട്ടിലെ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയതെന്ന് പറഞ്ഞു. അത്രമാത്രം മരങ്ങളോട് ഒരു താതാത്മ്യപരമായ പെരുമാറ്റം ഇല്ലാത്തൊരു കഥാപാത്രമായി ആരെ കാണാൻ സാധിക്കും? നമുക്ക് KU നായരെ കാണാനായി സാധിക്കും.
വീടിൻ്റെ ചുറ്റുപാടുമുള്ള മുറ്റം ആകെ ഇൻ്റർലോക്ക് ആകുകയും പിന്നീട് മാർബിൾ പതിക്കുകയും ചെയ്തു. വീടിന് ചുറ്റും മരങ്ങൾ ഉണ്ടായിരുന്നാൽ കാറ്റും വെളിച്ചവും ഒന്നും കടക്കുകയില്ലെന്നാണ് കെ.യു. നായരുടെ അഭിപ്രായം. മുറ്റത്ത് ടൈൽസോ മാർബിളോ പാകിയില്ലെങ്കിൽ അതിഥികളായി എത്തുന്നവരുടെ കാലിൽ മണ്ണ് പറ്റിയാലോ, അല്ലേ? മുറ്റത്ത് ഇൻ്റർലോക്കൊക്കെ പാകുന്നത് എന്തുകൊണ്ടാ? വീട്ടിൽ ടൈൽസ് പണിത് എന്തുകൊണ്ടാ? അതിഥികളായി വരുന്നവരുടെ കാലിൽ മണ്ണ് പറ്റുമെന്ന ഭയം. തീർത്തും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതമായിരുന്നില്ല കെ.യു. നായരുടേത്. പ്രകൃതി അവഗണിക്കുന്ന ജീവിതമായിരുന്നു കെ.യു. നായരുടേത്. അതാണ് ഈ ഒരു വ്യത്യാസം ഇവിടെ കാണാൻ സാധിക്കുക. കാഴ്ചയ്ക്ക് ഏറ്റവും ആനന്ദവും സൗന്ദര്യവും പ്രദാനം ചെയ്തിരുന്ന ചെമ്പകവൃക്ഷം പോലും അയാൾ കോതിയൊരുക്കി, അല്ലേ? ആ സ്ഥലത്തെ മനോഹരമായ ഒരു വൃക്ഷമായിരുന്നു ചെമ്പകവൃക്ഷം. ആ ചെമ്പകവൃക്ഷം പോലും വെട്ടിമാറ്റാൻ ഉതകുന്ന തരത്തിൽ പ്രകൃതിയിൽ നിന്ന് വിട്ടകന്ന ഒരു കഥാപാത്രമായി ആര് മാറുന്നു? നമ്മുടെ കെ.യു. നായർ മാറുന്നു. അപ്രകാരം മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടുമൊപ്പം സുഖമായി ആ കൊട്ടാരത്തിൽ ആജീവനാന്തം താമസിക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നപ്പോഴാണ് ഇടുത്തി പോലെ ഒരു വാർത്ത കെ.യു. നായർ കേൾക്കുന്നത്. തൻ്റെ മക്കൾ ഇനി നാട്ടിലേക്ക് വരുന്നില്ല, അമേരിക്കയിൽ തന്നെ വിവാഹിതരായി കൂടാനാണ് അവരുടെ പരിപാടി. ഇതറിഞ്ഞതോടെ കെ.യു. നായർ നിരാശനായി, അല്ലേ? മക്കളോടൊപ്പം മരുമക്കളോടൊപ്പം പേരക്കുട്ടികളോടൊപ്പം നാട്ടിൽ സുഖമായി ജീവിക്കാൻ വേണ്ടിയാണ് കെ.യു. നായർ ഇത്രയും വലിയ വീട് അവിടെ പണിതത്. പക്ഷെ മക്കൾ അവസാനം പറയുകയാണ്, അച്ഛാ ഞങ്ങളുടെ നാട്ടിലേക്കില്ല, ഞങ്ങൾ അമേരിക്കയിൽ തന്നെ വീട് കെട്ടി ഇവിടെ തന്നെ സ്ഥിര താമസമാക്കാൻ പോവുകയാണ് എന്ന വാർത്ത കേട്ടപ്പോൾ താൻ ഒറ്റപ്പെടാൻ പോവുകയാണ്. തൻ്റെ മക്കൾക്ക് തന്നെ വേണ്ട എന്ന വിഷമത്തിൽ ആകെ തകർന്ന് തരിപ്പണമാവുകയാണ് നമ്മുടെ കെ.യു. നായർ. അദ്ദേഹം ഒറ്റപ്പെടുന്നു. അത്രയും തടിച്ചു കൊഴുത്ത മനുഷ്യൻ ചുരുങ്ങി ഒരു മെലിഞ്ഞുണങ്ങി നിരാശനായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കഥാന്ത്യത്തിൽ കാണാൻ സാധിക്കും. പ്രകൃതി സ്നേഹിയും സൗന്ദര്യോപാസകനും ശാന്തനുമായ കഥാകാരൻ വിവരമറിഞ്ഞ് ഒന്നും പറയാനാകാതെ നിന്നുപോയി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ ഇദ്ദേഹം തൊട്ട അയൽവാസിയാണ് കഥാകാരൻ. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് തകർന്നു പോകുന്നു. ഒരു മനുഷ്യൻ എല്ലാ തരത്തിലും മക്കളെ പോറ്റി വളർത്തി വലുതാക്കി അവസാനം അച്ഛനെ വേണ്ട സുഖ സൗകര്യത്തിന് പുറകെ സ്വാർത്ഥരായി മക്കൾ പോയപ്പോൾ ഇവിടെ തകർന്നടിഞ്ഞൊരു കഥാപാത്രമായി കെ.യു. നായർ മാറുന്നു. ഇതറിഞ്ഞ് കഥാകാരനും സങ്കടപ്പെടുന്നു. ഇതാണ് കഥയുടെ ചുരുക്കം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ കഥാകാരൻ പെൻഷനായ ശേഷം, റിട്ടയർഡായ ശേഷം ഒരു ഗ്രാമീണ സ്ഥലത്ത് വീട് കെട്ടുന്നു. ആ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു. കഞ്ഞി പയറൊക്കെ കഴിച്ച് മരങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് സൂര്യാസ്തയും സൂര്യോദയമൊക്കെ കണ്ട് അപ്പോഴാണ് വീട് തൊട്ടടുത്ത് വലിയ ബംഗ്ലാവ് പണിയുന്നത്. ആര്? കെ.യു. നായർ. അതും ഗൾഫിലെ പ്രമാണിയാണ്. അദ്ദേഹം ആ ചുറ്റുപാടത്തിൻ്റെ മരങ്ങളൊക്കെ വെട്ടിത്തെളിച്ചാണ് വീട് പണിഞ്ഞത്. അത്രമാത്രം പ്രകൃതിയോട് സ്നേഹമില്ലാത്ത കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ മക്കൾ അമേരിക്കയിലാണ് പഠിക്കുന്നത്. മക്കൾ നാട്ടിൽ വന്ന് മക്കളുടെ ഭാര്യയോടൊപ്പം സുഖമായി ജീവിക്കാൻ വേണ്ടിയാണ് കെ.യു. നായർ വിചാരിച്ചത്. പക്ഷെ മക്കൾ വിളിച്ച് പറയണം, അച്ഛാ ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ അമേരിക്കയിൽ തന്നെ ജീവിക്കാൻ പോവുകയാണ്. സ്വാർത്ഥരായ മക്കളുടെ ആ ഒരു വിവരം അറിഞ്ഞ്, തന്നെ വേണ്ടാത്ത തന്നെ ഒറ്റപ്പെടുത്തിയ മക്കളുടെ വിവരം അറിഞ്ഞ് നിരാശനായി തകർന്നിരിക്കുകയാണ് കെ.യു. നായർ കഥാന്ത്യത്തിൽ. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുകയാണ് ഈ കഥയിലൂടെ. ഒരു പ്രകൃതി സ്നേഹിയും പ്രകൃതി ഇണങ്ങി ജീവിക്കുന്ന കഥാകാരൻ ഒരു വശത്തും പ്രകൃതിയോട് ഒട്ടും സ്നേഹമില്ലാത്ത സ്വാർത്ഥതയിൽ അന്ത്യശ്വാസം വഹിക്കുന്ന കഥാപാത്രമായി കെ.യു. നായർ മറുഭാഗത്തുമാകുന്ന സുന്ദരമായ ടി പത്മനാഭൻ്റെ കഥയാണ് ഏത്? മണ്ണും മനുഷ്യനും. ദുഃഖിതനായി ശരീരം ക്ഷീണിച്ച് ഒന്നിനും ഒരു രസവുമില്ലാതെയായി ദുഃഖിതനായി ശരീരം ക്ഷീണിച്ച് അവശനാകുകയാണ് കഥാന്ത്യത്തിൽ കെ.യു. നായർ. താൻ പടുത്തുയർത്തിയ കൊട്ടാരം അയാൾക്ക് വേണ്ടതായി, അല്ലേ? അയാൾ എന്തിനു വേണ്ടിയാണ് കൊട്ടാരം പണിതത്? മക്കൾക്കും ഭാര്യമാർക്കും വേണ്ടിയല്ലേ. പക്ഷെ അവർ വരുന്നില്ല. മരങ്ങളൊക്കെ വെട്ടിമാറ്റി സുഖ സൗകര്യങ്ങൾക്ക് പുറകെ പോകുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം കഥാന്ത്യത്തിൽ കാണാം. ഒരു സുപ്രഭാതത്തിൽ എങ്ങോട്ടൊന്നില്ലാതെ അയാൾ ഇറങ്ങി നടന്നു. ഇനിയൊരു തിരിച്ചു വരവില്ലാത്ത വണ്ണം. അപ്പോൾ കഥയുടെ അവസാന ഭാഗത്ത് കെ.യു. നായരെ കാണാൻ വേണ്ടി നമ്മുടെ കഥാകാരൻ വീട്ടിലോട്ട് പോകുമ്പോൾ ആ കെ.യു. നായരുടെ അവർ കെയർ ടേക്കർ പറയുകയാണ്, അദ്ദേഹം ഇന്ന് രാവിലെ എവിടേക്ക് ഇറങ്ങിപ്പോയെന്ന്. ആരോടും ഒരു വാക്കും പറയാതെ ഒറ്റപ്പെട്ട സങ്കടത്തിൽ കഥാന്ത്യത്തിൽ കെ.യു. നായർ ഇറങ്ങിപ്പോകുന്നിടത്ത് കഥ അവസാനിക്കുന്നു. അപ്പം മക്കളെ, ഈ ഒരു കഥയിൽ പറയുന്നത് എന്താണ്? ഈ കഥ ഇത്ര മാത്രമേ ഉള്ളൂ. മണ്ണും മനുഷ്യനും എന്ന് പേര് കൊടുത്തത് അത്രമാത്രമേ. ഏതാണ്? മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനപ്പുറത്തും ആഡംബരങ്ങളോടും സുഖ സൗകര്യങ്ങളോടും സ്നേഹിക്കുന്ന കെ.യു. നായർ മറുവശത്തോടും അവസാനം നമുക്ക് ബാക്കിയാവുക നമ്മുടെ നന്മയും നമ്മുടെ പ്രകൃതിപരമായ സ്നേഹവും മാത്രമാണ്. സ്വാർത്ഥതയോട് പറയുകയാണ് കെ.യു. നായർ പോയത്. പിതാവ് പോയപ്പോൾ മക്കളും അങ്ങനെ തന്നെ പോയി. അവസാനം ഒറ്റപ്പെടുന്ന കഥാപാത്രമായി കെ.യു. നായർ മാറുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കഥാപാത്രമായി നമ്മുടെ കഥാകാരനും മാറുന്നു. ഇനി നമുക്ക് നമ്മുടെ കഥയുടെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നു പോകാം. കഥാപാത്ര നിരൂപണം.
ഈ കഥയിൽ പ്രധാനമായും വരുന്ന ചോദ്യം എന്ന് പറയുന്നത് കഥാപാത്ര നിരൂപണമാണ്. ആരൊക്കെയാണ് കഥാപാത്ര നിരൂപണം ചോദിക്കുക? ഒന്ന് KU നായർ ചോദിക്കും, പിന്നെ കഥാകാരനെയും ചോദിക്കും. ഇപ്പോൾ നമുക്ക് KU നായരുടെ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ എന്തൊക്കെ പോയിന്റ് എഴുതാൻ പറ്റും നമുക്ക് നോക്കിയാലോ? KU നായരുടെ കഥാപാത്ര നിരൂപണം നമുക്ക് എഴുതാം. KU നായരുടെ കഥാപാത്ര നിരൂപണത്തിൽ നമുക്ക് എന്തെല്ലാം പോയിന്റ് കൂട്ടിച്ചേർക്കാം? അദ്ദേഹം നല്ല പിതാവാണല്ലേ, നല്ല പിതാവാണ്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നല്ല പിതാവാണ് എന്ന് പറയുന്ന കാരണം എന്താണ്? മക്കളെ കഷ്ടപ്പാടിലും പഠിപ്പിച്ച് അമേരിക്കയിൽ എത്തിച്ചു. നമുക്കറിയാം ചെറുപ്പത്തിലെ പട്ടിണി നടന്ന വ്യക്തിയായിരുന്നു ആര്? KU നായർ. പക്ഷേ ആ കഷ്ടപ്പാടിലും പട്ടിണിയിലും മക്കളെ പഠിപ്പിച്ച് മിടുക്കരാക്കി ഉയർത്തി വലുതാക്കാൻ ആർക്ക് സാധിച്ചു? KU നായർക്ക് സാധിച്ചു. നല്ല പിതാവാണ്. പിന്നെ എന്താണ്? നല്ല പിതാവാണ്. പിന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ആഡംബരത്തിനോട് പ്രിയമുണ്ട് ആർക്ക്? KU നായർക്ക്. അപ്പോൾ തീരാത്ത ആ പണത്തിനോടുള്ള ആർത്തിയാണ് ആർക്കുള്ളത്? നമ്മുടെ KU നായർക്കുള്ളത്. പണത്തിനോട് അത്യധികം ആർത്തി അദ്ദേഹത്തിനുണ്ട്. പിന്നെ എന്താണ്? പ്രകൃതി സ്നേഹി. അതുകൊണ്ടല്ലേ ഈ മരങ്ങളൊക്കെ വെട്ടി മാറ്റി ആ മരം കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കി, മുറ്റത്തെ മണ്ണൊക്കെ ഇളക്കി മാറ്റി അവിടെ ഇന്റർലോക്കും വീടിനുള്ള ടൈൽസൊക്കെ പാകുന്നത്. ഇപ്പം എന്താണ്? പ്രകൃതി സ്നേഹിയല്ല. പിന്നെ എന്താണ്? പിന്നെ സമ്പന്നൻ അല്ലേ? സമ്പന്നൻ കാരണം എന്താണ്? കാരണം ചെറുപ്പത്തിലെ ഗൾഫിൽ പോയി പണം സമ്പാദിച്ച വ്യക്തിയാണ്. ആ സമ്പത്ത് കാണിക്കാൻ വേണ്ടിയാണ്, ആ പത്രാസ് കാണിക്കാൻ വേണ്ടിയാണ് നാട്ടിൽ ഇത്രയും വലിയ ബംഗ്ലാവ് ആ ഒരു ഗ്രാമത്തിൽ പണിതത്. ലാസ്റ്റ് പോയിന്റ് എന്ത് കൂട്ടിച്ചേർക്കാൻ സാധിക്കും? നിരാശനാകുന്നു അല്ലെ? കഥയുടെ അവസാനം അദ്ദേഹം എന്തായി മാറുന്നു? നിരാശനാകുന്നു. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട, അവസാനം പണം മാത്രം ബാക്കിയാകുമ്പോൾ മക്കളിൽ നിന്നും കിട്ടേണ്ട സ്നേഹം നിഷേധിക്കപ്പെടുന്ന ഒരു പിതാവായി ആര് മാറും? നമ്മുടെ KU നായർ മാറുന്നു. ഇപ്പോൾ KU നായർ കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. അടുത്ത ഏതാണ് കഥാപാത്രം നമുക്ക് പ്രധാനമായിട്ട് കടന്നു വരിക? നമ്മുടെ കഥാകാരൻ തന്നെയാണ്. നമ്മുടെ കഥാകാരൻ. ഓക്കെ, കഥാകാരൻ നമ്മുടെ എഴുത്തുകാരൻ തന്നെയാണ് കഥാപാത്രം. കഥാകാരൻ്റെ പോയിന്റ് എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും മക്കളെ? കഥാകാരൻ പ്രകൃതി സ്നേഹിയാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ. കാരണം ഒഴിവുകാലം ആസ്വദിക്കാൻ വേണ്ടി അദ്ദേഹം എവിടെയാണ് വരുന്നത്? ഒരു നാട്ടും പുറത്താണല്ലേ. അവിടെ ചെറിയൊരു വീട് കെട്ടി പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്ന ഒരു കഥാകാരനെ കാണാൻ സാധിക്കും. പിന്നെന്താണ്? നാട്ടും പുറത്തുകാരൻ അതായത് ഗ്രാമീണ വിശുദ്ധിയുള്ള ഒരു കഥാപാത്രമായി നമ്മുടെ പ്രകൃതി സ്നേഹിയായ നമ്മുടെ കഥാകാരൻ മാറുന്നു. നാടും വീടും ഹരിതാവും പച്ചപ്പൊക്കെ സ്നേഹിക്കുന്ന ഒരു നാട്ടും പുറത്തുകാരൻ. പിന്നെ എന്താണ്? ആർദ്രഹൃദയൻ അതായത് ഒരു ലോലനാണ് നമ്മുടെ കഥാപാത്രം. കാരണം ഈ പണക്കാരൻ്റെ വിഷമം കാണുമ്പോൾ ഈ KU നായരുടെ ഒറ്റപ്പെട്ട സങ്കടം കാണും, ഇദ്ദേഹത്തിൻ്റെ മനസ്സും ഒരുങ്ങുന്നുണ്ട്. അത്തരത്തിൽ സഹജീവികളോട് സ്നേഹവും അനുകമ്പയുമുള്ള കഥാപാത്രമായി ആര് മാറുന്നു? നമ്മുടെ ഈ എഴുത്തുകാരൻ മാറുന്നു. പിന്നെ പുസ്തകപ്രേമി നമ്മൾ കഥയിൽ കാണാൻ പറ്റുന്ന ഇദ്ദേഹം വൈകുന്നേരങ്ങളിൽ പുസ്തകം എടുത്ത് പുറത്തിരിക്കും, മറ്റേ പുസ്തകവും വായിച്ച് ആ പ്രകൃതി കാഴ്ചകളൊക്കെ കാണും. അപ്പോൾ പുസ്തകപ്രേമിയാണ് ആര്? നമ്മുടെ ഈ കഥാകാരൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് പോയിന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? തൻ്റെ സാഹചര്യങ്ങളെ സ്നേഹിക്കുന്നവൻ അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തൻ്റെ സാഹചര്യങ്ങളെ സ്നേഹിക്കുന്നവനെന്ന് അത്രയേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്താണോ താൻ കഞ്ഞിയും പറയണമെങ്കിൽ അത് കഴിക്കുന്നു, ഈ കാറ്റ് കൊള്ളുന്നു, സൂര്യപ്രകാശം കാണുന്നു. തൻ്റെ ഇല്ലായ്മകളെ കുറിച്ച് ഓർത്ത് അദ്ദേഹം ടെൻഷൻ ആവുന്നില്ല, തൻ്റെ ഇല്ലതിനെ ഓർത്ത് അദ്ദേഹം ആനന്ദിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പണക്കാരനായ KU നായരെ പോലെ ടെൻഷനോ നിരാശയോ ആർക്കില്ല? നമ്മുടെ കഥാകാരനില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ കഥാപാത്ര നിരൂപണം രണ്ടാളെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കഥാകാരനെയും പിന്നെ നമ്മുടെ KU നായരെയും. അടുത്ത ചോദ്യം എന്താണ്? എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ. ഈ കാഴ്ചപ്പാടിനുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അല്ലേ, ആൾക്കാർക്ക് എന്തിനാണ് ഇത്രയും വലിയ വീട് എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? പലർക്കും വലിയ വലിയ വീട് കാണും, പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളല്ലേ. ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. സാധാരണ മലയാളിയുടെ ജീവിത സ്വപ്നങ്ങളിലൊന്ന് സ്വന്തം വീട് തന്നെയാണ്. സാധാരണക്കാരൻ തൻ്റെ സ്വപ്നത്തിനും ധനശേഷിക്കുമൊത്തുള്ള വീട് നിർമ്മിക്കുന്നു അല്ലേ? സാധാരണക്കാരൻ തൻ്റെ സ്വപ്നത്തിനനുസരിച്ചുള്ള വീടാണ് നിർമ്മിക്കുക.
സാമ്പത്തിക ശേഷി തീരെയില്ലാത്തവർ കടം മേടിച്ചും ലോൺ എടുത്തും മറ്റും അടച്ചുറപ്പുള്ള വീട് യാഥാർത്ഥ്യമാക്കാൻ യത്നിക്കും. എന്നാൽ സമ്പന്നർ സാമ്പത്തിക സ്ഥിതിക്കൊത്തവണ്ണം വീട് പൂർത്തീകരിക്കും. അണുകുടുംബങ്ങൾ പോലും ആവശ്യത്തിലധികം ആഡംബര സാധന സാമഗ്രികളും മറ്റും വീടിനുള്ളിൽ വാങ്ങിവെക്കും. കടം മേടിച്ചാലും കുഴപ്പമില്ല, ലോൺ എടുത്താലും വേണ്ടില്ല. ജീവിതാവശ്യങ്ങൾക്ക് എന്തൊക്കെ അത്യാവശ്യമാണോ അതിനപ്പുറം ആർഭാടം കാണിക്കുന്നുണ്ട്. അതായത് ചിലർക്ക് ആർഭാടം കാണിക്കാനാണ് വീട്, ചിലർക്ക് അത്യാവശ്യത്തിനാണ് വീട്. പണക്കാർ പണമുള്ളിടത്തോളം വീട് കെട്ടും, പാവപ്പെട്ടവർ ലോൺ എടുത്തും കടം വാങ്ങി വീട് കെട്ടും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതിസമ്പന്നർ വലിയ വീട് വെച്ചും വലിയ കാറുകൾ വാങ്ങിയും വീട്ടുപകരണങ്ങൾ വാങ്ങിയും തങ്ങളുടെ പ്രൗഢി മറ്റുള്ളവർ അറിയിക്കുന്നു. അല്ലേ? പൈസക്കാർ വലിയ വീട് വെച്ചും കാറ് വെച്ചും അവരുടെ പ്രൗഢി അറിയിക്കുന്നു. കെ.യു. നായരെ പോലെ വലിപ്പമേറിയ വീട്ടിൽ താമസിച്ചാൽ മാത്രമേ സുഖം അനുഭവിക്കാനാകൂ അവർ കരുതുന്നു. കെ.യു. നായരെ പോലെ. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സ്ഥിതി വേറെയാണ്. മലയാളികളുടെ ആർഭാട ചിന്ത കളയേണ്ടിയിരിക്കുന്നു. സമ്പത്ത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിക്ഷേപിക്കുകയാണ് വേണ്ടത്. വീട് അത്യാവശ്യമാണ്. അത്യാഡംബരം സമ്പത്ത് ചോർത്തി നശിപ്പിക്കുന്നു. അതിൽ നിന്നും മറ്റൊന്നും തിരികെ ലഭിക്കാനുമില്ല. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, എന്നാൽ വീടിന് വേണ്ടി ചിലവഴിച്ചതിൽ നിന്നും ഒന്നും തിരികെ ലഭിക്കാറില്ല. അല്ലേ? വീടിന് വേണ്ടി നാം ചിലവഴിച്ചാൽ ആവശ്യത്തിന് മാത്രം വീട് ഉപകരിക്കുക, അല്ലാത്ത പക്ഷം വീടെന്ന് പറയുന്നത് അധിക ചിലവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആഡംബരം കാണിക്കാനുള്ളതല്ല, അത് സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുത്തുക, അത്യാവശ്യമായി വീട് കഴിപ്പിക്കുക എന്നാണ് ഇതിന് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ് മക്കളെ? എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല. ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത ചർച്ച ചെയ്യുക. മക്കളെ, സവിശേഷത എന്നാണ് ചോദ്യം. നോക്ക്, എന്തൊരു സവിശേഷത? എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല. അപ്പം നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത ചർച്ച ചെയ്യുക എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. അനേകം പ്രാവശ്യം ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി നിന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അനേകം തവണ നോക്കി നിന്നിട്ടുണ്ട് എന്ന് നേരിട്ട് പറഞ്ഞ് ലഭിക്കുന്നതിനേക്കാൾ ശക്തമായ ആശയം നോക്കി നിന്നിട്ടില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്നു. അല്ലേ? ഞാൻ ഒരുപാട് തവണ ആ പൂ നോക്കി നിന്നിട്ടെന്ന് പറഞ്ഞാൽ അത് സാധാരണമായ സംസാരമല്ലേ? പക്ഷേ അതിനെക്കാട്ടി എത്രയോ അതിന് മടങ്ങ് ശക്തിയാണ് ഞാൻ അതായത് എത്ര നോക്കി നിന്നിട്ടുണ്ട് എന്ന് നേരിട്ട് പറഞ്ഞ് ലഭിക്കുന്നതിനേക്കാൾ ശക്തമായ ആശയം നോക്കി നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അല്ലേ? കെ.യു. നായരുടെ ബംഗ്ലാവിൻ്റെ കാർ ഷെഡിന് സമീപമുള്ള പൊൻചെമ്പകം സീസൺ ആയാൽ നിറയെ പൂവിടും. അല്ല, പൊൻചെമ്പകം നിറയെ പൂവിട്ട് മനോഹരമായ കാഴ്ച നൽകും. ആകർഷകമായ പൂക്കളും മനം മയക്കുന്ന സൗരഭ്യവും ആസ്വദിക്കുവാൻ കഥാകൃത്ത് അനേകം തവണ ശ്രമിച്ചിട്ടുണ്ട്. ആ വിശിഷ്ടമായ മരം സമ്മാനിക്കുന്ന കാഴ്ചയും മണവും അത്രയ്ക്ക് ഹൃദ്യമായിരുന്നു എന്ന ആശയം ലഭിക്കാൻ ഈ വാക്യം ഏറെ പര്യാപ്തമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതി മനോഹരമായ വാക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകൃതി ബന്ധത്തെയാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് സാരം. മണ്ണും മനുഷ്യനും എന്ന ശീർഷകത്തിൻ്റെ പ്രസക്തി എത്രമാത്രമാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അല്ലേ? ഇപ്പം മണ്ണും മനുഷ്യനും ശീർഷകത്തിൻ്റെ പ്രസക്തി, ശീർഷകത്തിൻ്റെ പ്രസക്തിയാണ് ചോദ്യം. നോക്കാം നമുക്ക്. മണ്ണും മനുഷ്യനും എന്ന കഥാശീർഷകം പ്രസ്തുത കഥയ്ക്ക് ഏറെ യോജിക്കും. മണ്ണിനോട് ബന്ധമില്ലാത്ത മനുഷ്യന് ഈ മണ്ണിൽ ജീവിക്കാനില്ല. പണത്തിൻ്റെ പ്രൗഢിയും കൊട്ടാര സദൃശ്യമായ വീടുമൊക്കെ ഉണ്ടായിരുന്നിട്ടും മനസമാധാനത്തോടെ ഒരു നിമിഷം ആ വീട്ടിൽ ജീവിക്കാൻ കെ.യു. നായർക്ക് കഴിയുന്നില്ല. ഒരുപാട് പൈസ ഉണ്ടായിട്ടും മനസമാധാനത്തോടു കൂടി ആ വീട്ടിൽ താമസിക്കാൻ ആർക്ക് കഴിയുന്നുണ്ടോ? കെ.യു. നായർക്ക് കഴിയുന്നില്ല. മരങ്ങളെയും ചെടികളെയും മറ്റു ശത്രുക്കളായി കണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. മണ്ണിനെ സ്നേഹിക്കാത്ത കാലിൽ മണ്ണു പറ്റുന്നത് ഏറ്റവും വലിയ കുറവാണെന്ന് കരുതുന്ന കെ.യു. നായർ നമ്മുടെ പുത്തൻ വികസന സങ്കല്പത്തിൻ്റെ പ്രതീകമായിട്ടാണ് കഥയിൽ നിലകൊള്ളുന്നത്. കൃത്രിമത്തോടുള്ള കമ്പം, സകലതിനോടുമുള്ള പുച്ഛം, അലങ്കാരമായി കൊണ്ടു നടക്കുന്ന പൊങ്ങച്ചം, പൊങ്ങച്ചം, ഇതൊക്കെ കെ.യു. നായരുടെ പ്രത്യേകതകളാണ്. അയാളെ പാഠം പഠിപ്പിക്കാൻ പ്രകൃതി തന്നെ വേണ്ടി വന്നു. ഒടുവിൽ അഹങ്കാരത്തോടും പിന്നെന്താണ് പുച്ഛത്തോടും ഒക്കെ നടന്ന ആ കെ.യു. നായരെ പ്രകൃതി പാഠം പഠിപ്പിക്കുകയാണ്. പ്രകൃതിയെ അപമാനിക്കരുത്, പ്രകൃതി മാത്രമേ അവസാനം ഉണ്ടാകൂ, മനുഷ്യബന്ധങ്ങളെല്ലാം നമ്മൾ ഒറ്റപ്പെടുത്തും, പ്രകൃതി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുമെന്നും പ്രകൃതി പഠിപ്പിക്കുന്നു. ഈ കഥയിലെ വ്യക്തമായ കഥാകാരനാകട്ടെ തികഞ്ഞ പ്രകൃതി സ്നേഹിയാണ്. കഥാകാരൻ തികഞ്ഞ പ്രകൃതി സ്നേഹിയാണ് നമുക്ക് കാണാൻ സാധിക്കും. മാനവികതയുടെ വക്താവുമാണ്.
മണ്ണിൽ കാലുറപ്പിക്കാത്ത ഒരു ജീവിതത്തിനും ഭൂമി നിലനിൽക്കാനാവില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. മണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല എന്നതാണ് കഥാകാരൻ്റെ തത്വശാസ്ത്രം അല്ലേ. മണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല എന്നുകൂടി പറയുന്ന കഥാകാരൻ്റെ തത്വശാസ്ത്രം ഇവിടെ പ്രകടമാണ്. അടുത്ത ചോദ്യം ഇതാണ്: എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ? ഇങ്ങനെ ചോദിക്കാൻ കഥാനായകനെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ഇത് തെളിയുന്ന മനോഭാവം എന്ത്? ആ മരം അടിവേര് കൂടി പിഴുതെറിഞ്ഞൂടെ എന്ന് കഥാകാരൻ ചോദിക്കുന്നുണ്ട്. അതെന്തിനാണ് കഥാകാരൻ കെ യു നായരോട് ഇങ്ങനെ ചോദിച്ചതെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. അയൽക്കാരനായ ബംഗ്ലാവ് ഉടമ തൻ്റെ പറമ്പിലെ കൂറ്റൻ പൊൻചെമ്പകം അല്ലെ, അദ്ദേഹത്തിൻ്റെ പറമ്പിലെ പൊൻചെമ്പകം അദ്ദേഹം വെട്ടിമാറ്റി. മരത്തിൻ്റെ ശിഖരങ്ങളെല്ലാം വെട്ടിമാറ്റിയ സന്ദർഭത്തിലാണ് കഥാനായകൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു അല്ലേ. ആ പൊൻചെമ്പകം പൂക്കുമ്പോൾ ആ ഇലകളും പൂക്കളൊക്കെ കൊഴിഞ്ഞ് ആ സ്ഥലം വൃത്തികേടാകുന്നു, അതുകൊണ്ടാണ് ഞാൻ വെട്ടിമാറ്റിയതെന്നാണ് കെ യു നായർ കഥാകാരനോട് പറയുന്നത്. എന്ന നിസ്സാരമായ കാരണം പറഞ്ഞാണ് അദ്ദേഹം ആ മരത്തെ നശിപ്പിച്ചത്. പ്രകൃതിയോടുള്ള ഈ ക്രൂരത കണ്ടതിലുള്ള അമർഷവും വേദനയും നിരാശയുമാണ് കഥാനായകൻ്റെ ചോദ്യത്തിൽ തെളിയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലെ വിവേകശൂന്യതയെ പരിഹസിക്കുന്ന ഒരു മനോഭാവം ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. അതായത് നമ്മുടെ എഴുത്തുകാരൻ കഥാകാരൻ നമ്മുടെ കെ യു നായരോട് ചോദിക്കുകയാണ്, എന്തിനാണ് ആ മരം വെട്ടി മാറ്റിയത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ചെമ്പകപ്പൂ പൂത്താൽ ഇലകളും പൂക്കളും വീണ് നാശമാകുന്നു, വൃത്തികേടാകുന്നു, അതുകൊണ്ടാണ് ഞാൻ വെട്ടി മാറ്റിയത്. ആ ചോദ്യത്തിനുള്ള പരിഹാസമായ മറുപടിയാണ് ആ കെ യു നായരോടുള്ള നമ്മുടെ കഥാകാരൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണും മനുഷ്യൻ എന്ന് പറയുന്ന കഥാഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ പ്രകൃതിയുമായി അടുത്തിടപഴകി ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. പ്രകൃതി നശിപ്പിക്കരുത്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. അവസാനം കഥയിൽ ഒറ്റപ്പെടുന്ന കഥാപാത്രമായി കെ യു നായർ മാറുമ്പോഴും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമായി നമ്മുടെ കഥാകാരന് മാറുന്നു. മനുഷ്യൻ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്ന മഹത്തരമായ ആശയം ഉൾക്കൊള്ളുന്ന മനോഹരമായ ടി പത്മനാഭൻ്റെ കഥയാണ് മണ്ണും മനുഷ്യനും. ഇപ്പോൾ എല്ലാവരും കഥാഭാഗം മനസ്സിലാക്കണം വിശ്വസിക്കുന്നു. നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത മക്കളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ആപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇതിലും പൂർണ്ണമായി കിട്ടുന്നതായിരിക്കും. ഇത് മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും എക്സാമിനർ ആപ്പിലുണ്ട്. എക്സാമിലേക്ക് ജോയിൻ ചെയ്യൂ. നമുക്ക് SSLC ഫുൾ A+ വാങ്ങണ്ട. 9ാം ക്ലാസ് മാത്രമാണോ 10ാം ക്ലാസ് മാത്രമാണോ? അല്ല, +1 +2 നമ്മൾ തരണം. അവിടുന്ന് മാർക്ക് പറന്ന് പോയാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.